നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ദന്ത സംരക്ഷണവും ചികിത്സയും വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പൂർണ്ണ ദന്താരോഗ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി ഗവൺമെന്റ് അർബൻ ദന്തൽ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് പീരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ മണികണ്ഠൻ GR ആണ്. നമസ്കാരം. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ദന്ത സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് അധികം ആരും ചെയ്യാത്ത ഒരു കാര്യം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ടതും വളരെ കൃത്യമായി ചെയ്യേണ്ടതുമായ കാര്യമാണെങ്കിൽ പോലും ഈ ദന്ത സംരക്ഷണം ഒരുപാട് ആളുകളൊന്നും ചെയ്യാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ അത് അത്രത്തോളം മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ശരിക്കും ഈ ദന്ത സംരക്ഷണം ചെയ്യേണ്ടത്? ദന്ത സംരക്ഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീതയുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് എൻ്റെ ഉത്തരം. അപ്പോൾ ദന്ത സംരക്ഷണം പലപ്പോഴും നമുക്കൊരു അത്ര പ്രശ്നം വരില്ല, അല്ലെങ്കിൽ ഇത് ഇച്ചിരി മാറ്റി വെച്ചാലും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പരാജയം ഇരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ ലോകത്ത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക് ഹെൽത്ത് ഡെൻറ്റിസ്ട്രി എന്ന് പറയും, അല്ലെങ്കിൽ മൊത്തത്തിൽ ബയോളജിക് മെഡിസിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബയോളജിക് മെഡിസിൻ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വായ എന്ന് പറയുന്നത് ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ട് കാണാതെ ഇത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വായയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിപ്പോൾ ഈ നമ്മുടെ വയറ് പ്രശ്നമായി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോയി എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ടിനെ പലപ്പോഴും സെക്കൻഡ് ബ്രെയിൻ എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ഒരു മൂഡ് കളയാനായിട്ട് വയറ് ഒന്ന് പ്രശ്നമായി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോയി എന്ന് പറഞ്ഞാൽ ആ മൂഡുമായിട്ട്, അതായത് ഗട്ടും ഈ ബ്രെയിനുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അപ്പോൾ ഈ ഗട്ടിനകത്തും ഓറൽ ക്യാവിറ്റിക്കകത്തും കോമൺ ആയിട്ട് ഉള്ള ഒരു എന്താണ് പറയുക, ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തും അവിടെ ചുറ്റിപ്പറ്റിയിട്ട് ദശലക്ഷക്കണക്കിന് അതിനകത്ത് അധിവസിക്കുന്ന ഒരുപാട് സൂക്ഷ്മ അണുക്കളുണ്ട്. നമ്മളതിനെ മൈക്രോബയോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓറൽ മൈക്രോബയോമും ഗട്ട് മൈക്രോബയോമുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ പലപ്പോഴും വായിലെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് കേവലം അത് ദന്തക്ഷയത്തിലോ അല്ലെങ്കിൽ മോണരോഗത്തിലോ മാത്രം നിൽക്കുന്നതല്ല. പല മാരകമായിട്ടുള്ള അസുഖങ്ങളുടെയും അല്ലെങ്കിൽ പല സിസ്റ്റമിക് ആയിട്ടുള്ള കണ്ടീഷൻസിൻ്റെയും ഒരു ഇൻ ബിറ്റ്വീനായിട്ടുള്ള ഒരു മെസ്സഞ്ചറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള പല ലക്ഷണങ്ങളും ചിലപ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ നാവിലോ വായിലോ തന്നെ ആയിരിക്കാം. അപ്പോൾ വായിൽ ഉള്ള ഒരു അണുബാധ, അതിൽ നിന്നുണ്ടാകുന്ന സ്രവങ്ങൾ രക്തം വഴി ശരീരത്തിൻ്റെ പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു പഠനങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ പഠനം വരെ വന്നു നിൽക്കുമ്പോൾ ഏതാണ്ട് 44ഓളം മറ്റ് അസുഖങ്ങളും നമ്മുടെ മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വായുടെ ആരോഗ്യം എന്ന് പറയുന്നത് പല്ലുകൾ തീർച്ചയായിട്ടും അത് പല്ലിൻ്റെ ഉറപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യ ഘടനയെ കൂടി കൃത്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണെന്നിരിക്കെ തീർച്ചയായിട്ടും നമ്മൾ ദന്ത സംരക്ഷണത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം. ഈ പറഞ്ഞ 44 രോഗങ്ങളിൽ ഏതാണ്ട് 12ഓളം രോഗങ്ങൾ തമ്മിൽ വളരെയേറെ ബന്ധങ്ങളുള്ളതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടില്ല. അത് നമുക്ക് കുറച്ചുകൂടി ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള അത്രയും കാലത്തിലുള്ള പഠനങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് എവിഡൻസ് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പ്രമേഹം പോലെയുള്ളതോ അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ളതോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അപ്പോൾ അതൊക്കെ തന്നെയും വായിലെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വായിൽ ഈ ദന്തക്ഷയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മോണരോഗം ഉണ്ടാക്കുന്ന അണുക്കളെ ഹൃദയ ധമനികളിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ നിന്നൊക്കെ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിട്ട് വർത്തിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വായിലുള്ള നല്ല അണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നല്ല അണുക്കൾ നശിപ്പിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു സന്തുലിത അവസ്ഥയുണ്ട്. നമ്മൾ പണ്ട് സ്കൂൾ കാലഘട്ടത്തിലെ ഒരു ഹാബിറ്റാറ്റ്, ഒരു എക്കോസിസ്റ്റം പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ഒരു തവള ചത്തു കഴിഞ്ഞാൽ അത് പാമ്പിന് ഭക്ഷണമാവും, പാമ്പ് ചത്തു കഴിഞ്ഞാൽ അടുത്തത് പരുന്തിന് ഭക്ഷണം. അപ്പോൾ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവാസ വ്യൂഹം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടും പരസ്പര പൂരകമായിട്ടും വർത്തിക്കുന്ന ഒരുപാട് സൂക്ഷ്മ അണുക്കളുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴും മറ്റ് മരുന്നുകളുമൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴും ഈ വായിലെയും നമ്മുടെ വയറിലെയൊക്കെ തന്നെ ഈ നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൂക്ഷ്മ അണുക്കളുടെ ആ ഒരു അവസ്ഥയ്ക്ക് ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഇതിനകത്തുണ്ടാകുന്ന ഒരു അസന്തുലിത അവസ്ഥയാണ് പലപ്പോഴും മൊത്തത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ദന്ത സംരക്ഷണം വളരെ ശാസ്ത്രീയമായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരുപാട് ഈ പറഞ്ഞ നമ്മുടെ പല്ലുകളിലോടൊപ്പം തന്നെ അവിടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന മറ്റ് ജീവികൾക്കും കൂടി
ഹാനികരമല്ലാത്തതാകണം എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളും മൗത്ത് വാഷും, അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ പല്ല് തേക്കുന്നതിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പൊ പ്രത്യേകിച്ച് ബ്രഷ് എടുക്കുന്ന കാര്യത്തിലായാലും ഏത് തരത്തിലുള്ള ബ്രഷ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിലും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ പേസ്റ്റിന്റെ കാര്യം, ഇപ്പൊ നമുക്കറിയാം ഈ കടകളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള പേസ്റ്റുകളുണ്ട്. അവരുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ബലം നൽകുന്ന പല്ലുകൾക്ക് ബലം നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ പോലും ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രഷ് സെലക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പല്ല് തേക്കുന്നത്, പേസ്റ്റ് സെലക്ട് ഇതിലൊക്കെ ഉള്ളൊരു ശ്രദ്ധ അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഇത് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ, ദന്തസംരക്ഷണം പൂർണ്ണമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും തേച്ചാൽ പോരാ, അത് കൃത്യമായിട്ട് പല്ല് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ പല്ല് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ടൂത്ത് പേസ്റ്റും വേണം, അവിടെ ടൂത്ത് ബ്രഷും വേണം. അപ്പോൾ ടൂത്ത് ബ്രഷുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 3 പാർട്ടുകളാണ് അല്ലെങ്കിൽ 3 ഭാഗങ്ങളാണ് ആ ടൂത്ത് ബ്രഷിനുള്ളത്. ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ പിടിയുണ്ട്, പിന്നെ കഴുത്ത് പോലെ വരുന്ന നെക്ക് അല്ലെങ്കിൽ ഷാങ്ക് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, പിന്നെ തലയെന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെഡ് പോർഷനുണ്ട്. ആ തലയിലാണ് നാരുകൾ അല്ലെങ്കിൽ ബ്രിസിലുകൾ ഉള്ളത്. ഈ നാരുകളുടെ വ്യാസം അനുസരിച്ചിട്ടാണ് അവയെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കുന്നത്. വളരെ മൃദുവായിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ളവയുണ്ട്, ഇടത്തരം ഉള്ളതുണ്ട്, കുറച്ചുകൂടി കട്ടിയുള്ളതുണ്ട്, അതിലേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടി മൃദുലമായിട്ടുള്ളതുമുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് എന്നും മീഡിയം എന്നും ഹാർഡ് എന്നും പറഞ്ഞിട്ടുള്ളവയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് ടൂത്ത് ബ്രഷ് നമ്മൾ നമ്മുടെ സ്വന്തം പല്ലുകളിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്രിമ ദന്തങ്ങൾ അല്ലെങ്കിൽ വെപ്പ് പല്ലുകൾ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഹാർഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ചാൽ മതിയാവും. നമ്മുടെ ഒരു ദൈനംദിന ഉപയോഗത്തിന് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഇടത്തരം നാരുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകളുള്ള ടൂത്ത് ബ്രഷുകളാണ്. എന്നാൽ നിങ്ങൾക്ക് പല്ല് പുളിപ്പോ അല്ലെങ്കിൽ മോണരോഗമോ പല്ലിൽ നിന്ന് ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നമ്മൾ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ആയിരിക്കും നിർദ്ദേശിക്കുക. ചുരുക്കം ചില കേസുകളിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ പല്ലിനും മോണയ്ക്കും ഒക്കെ കട്ടി കുറഞ്ഞ ആൾക്കാർക്കോ അല്ലെങ്കിൽ മോണരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഒരു 3 മുതൽ 6 മാസ കാലയളവിലേക്ക് ചിലപ്പോഴൊക്കെ അതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് അൾട്രാ സോഫ്റ്റ് എന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ശ്രേണിയിൽപ്പെടുത്താവുന്ന ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ പിടിയിൽ വലിയ വ്യത്യാസം വരാനില്ല. അതിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് നിർമ്മിതമായിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ബാംബൂ നിർമ്മിതമായിട്ടുള്ള ടൂത്ത് ബ്രഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലതാണ്, ബാംബൂ ടൂത്ത് ബ്രഷുകൾ നല്ലതാണ്. അതിനകത്ത് ഈ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്നത് ഈ നെക്ക് പോർഷനും അതിൻ്റെ ഹെഡ് പോർഷനുമാണ്. നെക്ക് പോർഷൻ 2 ടൈപ്പ് ഉണ്ട്. സ്റ്റിഫായിട്ട് അനങ്ങാതെ നിൽക്കുന്ന തരവുണ്ട്, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇതിന് ഏറ്റവും പുറകിലത്തെ പല്ലിൻ്റെ ഏറ്റവും നമ്മളധികം ശ്രദ്ധ കൊടുക്കാത്ത സർഫസ് വരെ, പ്രതലം വരെ എത്തി വൃത്തിയാക്കാനായിട്ട് സാധിക്കും. പക്ഷേ വളരെ സ്റ്റിഫായിട്ടുള്ള ഒരു ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ, കഴുത്തായിട്ടുള്ള ബ്രഷ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് കുറച്ചുകൂടി കവിള് നല്ല കട്ടിയുള്ള കവിളായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇത് ഫ്ലെക്സിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കാൻ മറന്നുപോകും. പക്ഷേ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കഴുത്തുള്ള ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇങ്ങനെ വളഞ്ഞ് ചാടി കളിക്കുന്നത് കൊണ്ട് എല്ലായിടത്തോട്ടും പോകാനുള്ള സാധ്യത കുറച്ചുകൂടിയുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട അതിൻ്റെ ഫംഗ്ഷൻ ഇരിക്കുന്നത് ഈ നാരുകളിലാണ് അല്ലെങ്കിൽ ഹെഡ് പോർഷനിലാണ്. അവിടെയാണ് ബ്രിസിലുകളുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ബ്രിസിലുകളുടെ ആ ഒരു അടുക്കാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ നമ്മൾ അഴുക്ക് നീക്കം ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന ആ ഒരു രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തി കൊടുത്ത് ഇടത്തുനിന്ന് വലത്തേക്ക് തേക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഹൊറിസോണ്ടൽ പാറ്റേൺ ഓഫ് ബ്രഷിംഗ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ പല്ലിന് കൂടുതൽ കേടാണ് അല്ലെങ്കിൽ ഡാമേജ് വരുത്താനാണ് ഉപകരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഏതാണ്ട് 10ഓളം ബ്രഷിംഗ് ടെക്നിക്കുകളുണ്ട്, ബ്രഷിംഗ് രീതികളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതിന് മോഡിഫൈഡ് ബാസ് രീതി എന്നാണ് പറയുക. മോഡിഫൈഡ് ബാസ് രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് മുറ്റമടിക്കുന്നത് കൂട്ടാണ്. ഒരു ചെറിയൊരു 45 ഡിഗ്രി ഒരു കോൺ കൊടുത്തുകൊണ്ട് ഒരേ സമയത്ത് നമുക്കൊരു 3 പല്ലിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഏറ്റവും പുറകിലത്തെ 3 പല്ലിൽ നിന്ന് ഒരു കോൺ കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. ഒരു 3 ആവർത്തി ചെയ്തിട്ട് ഒരു സമയം നമ്മളൊരു 3 പല്ലോ 3ഓ 4ഓ പല്ലിൽ വേണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ആ 3ഓ 4ഓ പല്ലുകൾ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത 3 പല്ലുകളിലേക്ക് അതേ രീതിയിൽ തന്നെ അങ്ങനെ ഒരു ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സർക്കിള് ആ ഒരു വൃത്തം പൂർത്തിയാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഉൾഭാഗവും നമുക്ക് വൃത്തിയാക്കാം. ഇതേ ഡയറക്ഷൻ എതിരെ നിന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് കീഴ്ത്താടിയിലെ പല്ലുകളും വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 4 മിനിറ്റ് സമയം മതിയാകും മൊത്തം പല്ല് തേക്കാനായിട്ട്. അപ്പോൾ പലരും പല്ല് വിളക്കാനായിട്ട് ചിലപ്പോൾ 8 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തേക്ക് ഉരയ്ക്കാറുണ്ട്. ചിലർക്ക് അതൊരു ശീലമാണ്. പണ്ടുള്ള ആൾക്കാർക്ക്
ചിലർക്കത് ബാത്റൂമിൽ പോകുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും പല്ല് ഈ ബ്രഷ് കൊണ്ട് ഉരച്ചുകൊണ്ടിരിക്കും. ചിലരെന്ന് വെച്ചാൽ ഒരു വീട്ടിലൊക്കെ ഒന്ന് പത്രം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ആ പത്രം വായിച്ച് തീരുന്നത് വരെയും ചിലപ്പോൾ പല ഈ ബ്രഷ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 മിനിറ്റിൽ താഴെ സമയം മതിയാവും വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. അത് രാവിലെയും രാത്രിയും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു പല്ല് തേപ്പ് രീതി ശാസ്ത്രീയമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പിന്നെ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഒരുപാട് നാക്ക് ചോപ്പിക്കാനായിട്ട് നമ്മൾ സ്റ്റീൽ ടങ് ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നാവ് വടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സ്റ്റീൽ ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നാക്കിലെ രസമൂലങ്ങൾക്ക് അല്ലെങ്കിൽ ടേസ്റ്റ് ബഡുകൾക്ക് ഡാമേജ് സംഭവിക്കാറുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പല്ലിൻ്റെ ടൂത്ത് ബ്രഷിൻ്റെ തന്നെ പുറകിൽ ഇപ്പോൾ നമുക്ക് ടങ് ക്ലീനേഴ്സ് ലഭ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ടങ് ക്ലീനേഴ്സ് ഉണ്ട്. ലോഹനിർമ്മിതമായിട്ട് ഉള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ കോപ്പർ ടങ് ക്ലീനേഴ്സ് ഉണ്ട്. കോപ്പർ ടങ് ക്ലീനേഴ്സ് ദോഷം ചെയ്യാറില്ല, കുറച്ചുകൂടി നല്ലതുമാണ്. അപ്പോൾ സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് പാടെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെമ്പിലുള്ള കോപ്പർ, അത് ഇച്ചിരി വിലയിൽ നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലുണ്ട്, ഒരു 200 to 400 ആ റേഞ്ച് വരും. പക്ഷേ കോപ്പർ ടങ് ക്ലീനേഴ്സ് കുറച്ചുകൂടി നമുക്ക് ടങ്ങിന് ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കോപ്പർ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ തന്നെ ഈ നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രതലം തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ട ഡെൻട്രിഫൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റുകൾ നീത പറഞ്ഞതുപോലെ ഒരുപാട് നിറത്തിലും ഒരുപാട് രീതിയിൽ ആകർഷകമായിട്ടുള്ള കവറിലും ഒക്കെ കാണാറുണ്ട്. അതെ, പ്രധാനമായിട്ട് നമുക്ക് അവയെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ അധികം ജെൽ രൂപത്തിലല്ലാതെ ക്രീം രൂപത്തിലുള്ള പേസ്റ്റുകളാണ്. രണ്ടാമത്തെ ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ട് വളരെ വർണ്ണശബളമായിട്ടുള്ള നിറങ്ങളിൽ വരുന്ന ജെൽ രൂപത്തിലുള്ള. അപ്പോൾ ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അബ്രേസീവ് കണ്ടന്റ് അല്ലെങ്കിൽ ഉരവുണ്ടാക്കുന്ന ഘടകങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് 2 സോപ്പ് ഇട്ടിട്ടും കുളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളൊരു കടവിലൊക്കെ പോയാൽ ചിലർ കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കും, ചില പണ്ടുള്ള ആൾക്കാരൊക്കെ ചിലർ ബാർ സോപ്പ് വാങ്ങി കുളിക്കും. അപ്പോൾ എന്ത് ഉപയോഗിച്ച് കുളിച്ചാലും നമ്മുടെ അഴുക്കിളകി പോകും. പക്ഷേ ബാർ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ തൊലിക്ക് കൂടി കുറച്ച് കഴിയുമ്പോൾ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ കുറേ നാളുകൾ നമ്മൾ ഈ ബാർ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന സെയിം എഫക്റ്റ് ആണ് ജെൽ ടൂത്ത് പേസ്റ്റുകൾ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഉരവ് സംഭവിപ്പിച്ചിട്ട് അവിടെ ചെറിയ തേയ്മാനവും പുളിപ്പും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ലഭ്യമായിട്ടുള്ള പേസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർ വെഗാൻ എന്ന് അവകാശപ്പെടും, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ടൂത്ത് പേസ്റ്റുകൾ എന്ന് അവകാശപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ചിലത് പറയും കംപ്ലീറ്റ്ലി നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. പക്ഷെ അതിൻ്റെ കണ്ടൻസ് നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കണ്ടന്റ് മാത്രമായിരിക്കും നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്. ബാക്കിയെല്ലാം തന്നെയും നമ്മുടെ സാധാരണ കെമിക്കൽ ടൂത്ത് പേസ്റ്റ് എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്, ഞാൻ 2005-ലാണ് BDS ജോയിൻ ചെയ്യുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെയൊക്കെ കാലഘട്ടത്തിൽ തന്നെയും ഫ്ലൂറൈഡ് എന്നുള്ള ആ ഒരു വസ്തുവിന് വളരെ അമിത പ്രാധാന്യം നൽകിയിരുന്നു. ഫ്ലൂറൈഡ് വളരെ അത്യാവശ്യമാണ്. ഫ്ലൂറൈഡ് ആഗിരണം ചെയ്യുന്നത് പല്ലുകൾക്ക് നല്ലതാണ്. ഫ്ലൂറൈഡ് മോശമാണെന്നുള്ള അഭിപ്രായം, പക്ഷേ ഫ്ലൂറൈഡിൻ്റെ ഗുണങ്ങളായിരുന്നു അന്ന് മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്ന ഹാമിനെ ഒരു സൈഡിൽ പാടെ മറന്നുകൊണ്ട് ഫ്ലൂറൈഡിന് അമിത പ്രാധാന്യം നൽകിയിരുന്നു. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും സയൻസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. എപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാവും. അതാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം ലേണിംഗ് മാത്രം പോരാ, അൺലേണിംഗും ചെയ്യണം, ചിലപ്പോൾ റീലേൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫ്ലൂറൈഡ് ഒരു ഘട്ടത്തിൽ നല്ലതാണെന്നിരിക്കെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഇനാമലിൻ്റെ ഒരു പ്രധാനപ്പെട്ട, പല്ലിൻ്റെ ഏറ്റവും പുറം പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണ് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാനോ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾക്ക് ഇപ്പോൾ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂറൈഡ് അഥവാ കുറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ നാനോ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ക്രിസ്റ്റലുകൾ അടങ്ങിയിട്ടുള്ള ഈ ടൂത്ത് പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പല്ലുകൾക്ക് ഗുണം ചെയ്യുന്നത്. ഇനി നാളൊരു അവസരത്തിൽ ചിലപ്പോൾ ഇതിനേക്കാളും മറ്റൊരു മോളിക്കൂൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാനോ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റും ആ ഒരു ഘട്ടത്തിൽ ഒബ്സ്ലീറ്റ് ആയി പോയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു റിസർച്ചിൽ വന്ന് നിൽക്കുമ്പോൾ നാനോ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്, NHAP എന്നാണ്, N സ്മോൾ ലെറ്റർ ആണ്, നാനോ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്, NHAP അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട്
നല്ല ഒരു റിസൾട്ട് കണ്ട് പഠനങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിവതും നമുക്ക് നമ്മുടെ എല്ലാ ടൂത്ത് പേസ്റ്റുകളും ഒരുപാട് പതയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റിലും ഡിറ്റർജൻറ്റിലും ഒക്കെ കോമൺ ആയിട്ടുള്ള SLS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഡിയം ലൊറൈൽ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പാരബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിസർവേറ്റീവുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SLSഉം ഈ പറഞ്ഞ മൈക്രോ പ്ലാസ്റ്റിക്കുകളും പാരബെൻസും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫ്ലൂറൈഡ് മാക്സിമം കുറഞ്ഞിരുന്നാൽ തന്നെ നല്ലതാണ്. ഫ്ലൂറൈഡ് ഇല്ലാത്ത വേസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഫ്ലൂറൈഡ് പാടെ അവഗണിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പോൾ അതിന് ഫേവറായിട്ടും പഠനങ്ങൾ വരുന്നുണ്ട്. ഫ്ലൂറൈഡ് പാടെ അവഗണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു അളവിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് വളരെ മിതത്വത്തിൽ ഫ്ലൂറൈഡ് അടങ്ങിയിരിക്കുകയും അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറൈഡിൽ നിന്ന് മാറിയിട്ട് നാനോ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് ആയിരിക്കുന്ന പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു TV പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് നല്ലതെന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്നത് അത്ര ഒരു എന്താണ് പറയുന്നത് നമുക്കൊരു നല്ലതായിരിക്കില്ല. ഒരു ഇന്ന ബ്രാൻഡ് മാത്രമാണ് നല്ലത്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരാളിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് സോഡിയം ലൊറൈൽ സൾഫേറ്റോ അല്ലെങ്കിൽ പാരബൻ എന്ന് പറയുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പേസ്റ്റ് മോശമാണെന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ പല്ലിന് കൂടുതലായിട്ടുള്ള ഈ ഡാമേജ് വരുത്താനുള്ള സാധ്യത ഉണ്ട്. അതിന് പത കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നല്ല പേസ്റ്റുകൾ എന്ന് പറയുന്നത്, അതായത് നല്ലതെന്ന് ഉദ്ദേശിക്കുമ്പോൾ 2 കൂട്ടർക്ക് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് മാത്രമല്ല, നമ്മുടെ വായിലുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥയിലുള്ള നല്ല അണുക്കൾ കൂടിയുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മൗത്ത് വാഷുകൾ ഉപയോഗിച്ചുകൊണ്ട് വായ വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ ശുചിത്വം ആക്കിയെന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികം വിചാരിക്കാത്ത ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് മൗത്ത് വാഷുകൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ BP കൂടാൻ സാധ്യതയുണ്ട്. BP കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BP കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല ബാക്ടീരിയ നമ്മുടെ വായ്ക്കകത്തുണ്ട്. അപ്പം അതിനെ നശിപ്പിക്കും. നമ്മുടെ ഈ ബാക്ടീരിയ ഈ മൗത്ത് വാഷ് പോയിട്ട് നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ടിനകത്തും നൈട്രിക് ഓക്സൈഡിന്റെ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ബീഡ്സിനകത്ത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഒരുപാട് കുടിക്കുന്നത് മറ്റു രീതിയിൽ ഒരുപാട് ഈ വെജിറ്റേറിയൻ ജ്യൂസുകൾ കുടിക്കുന്നത് നമ്മുടെ വൃക്കയുടെയും ഈ കരളിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ കൂടി കാര്യമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ എല്ലാം അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അത് മിതപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ബീഡ്സ് ആണെന്നുണ്ടെങ്കിലും ഈ നൈട്രിക് ഓക്സൈഡ് കൃത്യമായിട്ട് രീതിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വായിൽ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 6 മാസമൊക്കെ തുടർച്ചയായിട്ട്, ഇപ്പോൾ ഒരു ദിവസം മൗത്ത് വാഷ് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടല്ല, ഒരു 6 മാസം തുടർച്ചയായിട്ട് മൗത്ത് വാഷുകൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ BP അതിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ മറ്റ് ഫാക്ടറോടൊപ്പം തന്നെ ഇതിനെ ബേസ് ചെയ്ത് കൂടി അതിനകത്ത് ഒരു വേരിയേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ മൗത്ത് വാഷും കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്രാൻഡ് മിക്ക സൂപ്പർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് പുറത്തുള്ള ഒരു ബ്രാൻഡുമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു ബ്രാൻഡ് എല്ലായിടത്തും കാണുന്നത് കൊണ്ട് ഇത് നല്ലൊരു മൗത്ത് വാഷ് ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏത് പേഷ്യനോട് ചോദിച്ചാലും മിക്കവാറും ഉള്ള ഒരു 100-ൽ ഒരു 80% ആൾക്കാരും ഈ ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൗത്ത് വാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൽക്കഹോൾ വളരെ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇന്നെങ്ങനെ ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വായ തുറന്ന് കാണിക്കും, അപ്പോൾ സ്മെല്ലൊന്നും തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, പതിവിൽ കൂടുതൽ നേർപ്പിക്കാതെയും വളരെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, അവിടെ കെമിക്കൽ ബേൺസിനുള്ള സാധ്യതയുണ്ട്. ഈ കോൺസെൻട്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ വായ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അത് വായിൽ തൊലിയെന്നല്ല നമ്മൾ പറയാം, ശ്ലേഷ്മ സ്ഥലം എന്ന് പറയാം, അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയാം. മ്യൂക്കസ് മെംബ്രെയിന് ഡാമേജ് ഉണ്ടായിട്ട് അത് പൊള്ളലായിട്ടും വരാം. അതോടൊപ്പം തന്നെ ഒരുപാട് ഈ മൗത്ത് വാഷ് ആൽക്കഹോളിക് കണ്ടന്റ് ആയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വായ വരണ്ടുണങ്ങാൻ കാരണമാവും. വായുനാറ്റത്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്. വായ വരണ്ടുണങ്ങുമ്പോൾ വീണ്ടും ഡ്രൈ മൗത്ത് ഉണ്ടാകുമ്പോൾ വായുനാറ്റം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോൾ ഇല്ലാത്ത, അതായത് നമ്മുടെ ഈ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റേ ഇല്ലാത്ത, ഷുഗർ ഇല്ലാത്ത മൗത്ത് വാഷ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. മൗത്ത് വാഷ് എന്ന് പറയുന്നത് നമുക്കൊരു പലരും വിചാരിക്കുന്ന ടൂത്ത് ബ്രഷിങ്ങിന് പകരം നമുക്ക് മൗത്ത് വാഷ് ഉപയോഗിക്കാമെന്ന തെറ്റിദ്ധാരണയുണ്ട്. ടൂത്ത് ബ്രഷ് ഇതൊരു അഡ്ജുവൻ്റ് അല്ലെങ്കിൽ അഡ്ജങ്ക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. നമുക്ക് 2 രീതിയിൽ ആണ് പ്ലാക്ക് എന്ന് പറയുന്ന ഈ അഴുക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ വേ ഓഫ് പ്ലാക്ക് കൺട്രോളും, മറ്റൊന്ന് ഈ രാസ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കെമിക്കൽ വേ ഓഫ് പ്ലാക്ക് കൺട്രോളാണ്. എപ്പോഴും പറയുന്നത് 90% എഫിഷ്യൻസി വരുന്നത് മെക്കാനിക്കൽ വേയിൽ നമ്മൾ കൃത്യമായിട്ട് കൈ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്താൽ മാത്രമേ അഴുക്ക്
അത് പോകേണ്ട രീതിയിൽ പോവുകയുള്ളൂ. വെറുതെ നമ്മൾ ബ്രഷ് ചെയ്യാതെ ഒരു മൗത്ത് വാഷ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ 10% മാത്രമേ അവിടുത്തെ അണുക്കൾ പോകുന്നുള്ളൂ, പക്ഷേ അഴുക്ക് പോകുന്നുള്ളൂ. അഴുക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ പ്ലാക്ക് കൺട്രോളിന് ഒരു ബദലല്ല ഒരിക്കലും കെമിക്കൽ പ്ലാക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. മൗത്ത് വാഷുകൾ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പക്ഷേ ചില കണ്ടീഷനുകളിൽ നമുക്കത് കൊടുക്കേണ്ടതായിട്ട് വരും. എല്ലാ മൗത്ത് വാഷുകളും ഒന്നല്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ കമ്പി ഇടുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് നമുക്ക് ചില സമയത്തേക്ക് ഡീമിനറലൈസേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അവിടുത്തെ പല്ലുകളിൽ നിന്ന് ധാതുക്ഷയം സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിൽ പല്ല് കുറച്ച് ഫ്രജൈലായിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടിലായിരിക്കും, കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ പ്രോൺ ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ മിനറലിൻ്റെ കണ്ടന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പി ഇടുന്ന ആൾക്കാർ ആ ഒരു സമയത്തേക്ക് അതും എല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ച ഒരു ദിവസമൊക്കെ വീതം മൗത്ത് വാഷുകൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അല്ലാതെ നമ്മളൊരു മിഠായി കഴിക്കുന്നത് പോലെ എല്ലാ ദിവസവും ബ്രഷിങ് കഴിഞ്ഞ ഉടനെ പകരം മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ആൽക്കഹോളിക് കണ്ടന്റുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഈ നല്ല ബാക്ടീരിയ അവിടെ നശിക്കും, അതോടൊപ്പം തന്നെ വായ കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്, ഈ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നാച്ചുറൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകളും നമുക്ക് നല്ല ടൂത്ത് പേസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുക. കാരണം ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും വേണം. കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ ആയുർവേദിക് ആയിട്ടുള്ള പേസ്റ്റുകളും ഉണ്ട്, പക്ഷെ അതിൽ NHAPയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സ്ട്രെസ് ഡൗൺ ചെയ്ത് അത് കുറച്ച് കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാനോ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിൽക്കുകയും ഫ്ലൂറൈഡ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവുകൾ അടങ്ങിയിരിക്കുകയോ ചെയ്യുന്നതും മറ്റ് ഈ പറഞ്ഞ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ടുള്ള SLS-ഉം പാരാബനും ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ നിങ്ങൾ ഈ പാക്കറ്റ് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ടൂത്ത് പേസ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ മോണ സംരക്ഷണം അല്ലെങ്കിൽ അതിൽ പ്രധാനമായിട്ടും വരുന്ന ചില അസുഖങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ ഏത് സമയത്താണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടി വരുന്നത്? നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ളൊരു സംരക്ഷണമൊന്നും നൽകാൻ മടിക്കുന്ന ആളുകളാണ് കൂടുതലും. വായുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്രഷ് ചെയ്യും, വാ കഴുകും, അതിൽ അങ്ങ് ഒതുക്കും, അല്ലാതെ കൂടുതൽ അതിലേക്കൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. പക്ഷെ എപ്പോഴാണ് ഒരു ഡോക്ടറിനെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം എപ്പോഴാണ്? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ രീതിയിലുള്ള അസുഖങ്ങളാണ് ഈ വായുമായി ബന്ധപ്പെട്ട് വരാറുള്ളത്? വായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ 2 എക്സ്ട്രീമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകമെമ്പാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ദന്തക്ഷയവും ഒന്ന് മോണരോഗവും തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ആരോഗ്യവകുപ്പ് നടത്തിയ പഠനങ്ങളിൽ കണ്ടെന്ന് പറഞ്ഞാൽ 2017 ഒരു പഠനം നടത്തിയതിൽ, കേരള ആരോഗ്യവകുപ്പ് നടത്തിയതിൽ 90% ആൾക്കാർക്കും കേരളത്തിൽ മോണരോഗം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ മോണരോഗത്തിൻ്റെ നമ്മൾ ഈ ദന്തക്ഷയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദന്തക്ഷയത്തിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല. വളരെ ഈ പെയിൻ നോക്കുമ്പോഴത്തേക്കും 2ാമത്തെ ഒരു ഇതാണ് ഏറ്റവും അതിൻ്റെ സിവിയറിറ്റി നോക്കുന്ന സമയത്ത് 2ാമത്തെ വേദനയായിട്ടാണ് പറയുന്നത് ടൂത്ത് ഏക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വേദനകളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയും വേദന വരുന്ന സമയത്ത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പൾപ്പൈറ്റിസ് എന്ന് പറയും. ടൂത്ത് വളരെ ചുരുങ്ങിയ ഒരു അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ ഒരു സ്പേസ് ആണ്. പലപ്പോഴും ഈ വേദന വരുമ്പോൾ മാത്രമാണ് ഡോക്ടറിനെ കാണാം അല്ലെങ്കിൽ മരുന്ന് കഴിക്കാം എന്നുള്ള കാര്യത്തിൽ വന്നത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ വളരെ എക്സ്ട്രീമിലേക്ക് എത്തുമ്പോഴാണ് ഈ വേദന വരുന്നത് എന്നുള്ളതാണല്ലേ? അതെ, ഏറ്റവും എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ദന്തമജ്ജ അല്ലെങ്കിൽ ഡെന്റൽ പൾപ്പ് എന്ന് പറയുന്ന അവിടെയാണ് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകളും ഈ നാഡീവ്യൂഹങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഈ ടൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ കുഞ്ഞൊരു സ്പേസാണ്. അപ്പോൾ ആ കുഞ്ഞൊരു സ്പേസിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയെങ്കിലും ഇതിന് പൊട്ടി പുറത്ത് പോകാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ അത് വരുന്നത് വരെ അത്രയും നമ്മളെ ഇട്ട് വളരെ സിവിയർ ആയിട്ടുള്ളൊരു പൾപ്പൈറ്റിസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഇന്നർ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് ചെയ്ത് അവിടെ ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആ ഒരു വസ്തുവിനെ പുറത്തേക്ക് ചാടിച്ചാൽ മാത്രമേ നമുക്കൊരു റിലീഫ് കിട്ടുള്ളൂ. അത് തന്നെയാണ് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ വഴി ആ പല്ലിനേക്ക് ചെറിയൊരു സുഷിരം ഇട്ടുകൊണ്ട് അവിടുത്തെ ഈ പറഞ്ഞ ഏറ്റവും ഇൻഫ്ലൈംഡ് ആയിട്ടിരിക്കുന്ന അണുബാധ സംഭവിച്ചിട്ടുള്ള ദന്തമജ്ജയെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ട് അവിടെ ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള നമ്മുടെ ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാക്കാത്ത ഗട്ടാപർച്ച എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് വേരിൻ്റെ അറ്റം വരെ അടച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ദന്തക്ഷയം എന്ന് പറയുന്നത് ഒരു എൻഡിലിരിക്കുന്നു, മറ്റേ സൈഡിലിരിക്കുന്നത് മോണരോഗമാണ്. പക്ഷെ മോണരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോണരോഗം ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാവുമ്പോഴാണ് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. തുടക്കത്തിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അവഗണിച്ച് പോയി. നമ്മൾ സാധാരണ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഈ മോണരോഗത്തിന് 2 സ്റ്റേജുകളുണ്ട്. പ്രധാനമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്ന് മോണ വീക്കം എന്ന് പറയുന്ന വളരെ ലഘുവായിട്ടുള്ളൊരവസ്ഥയും പിന്നീട് മോണയിൽ ഏറ്റവും മോണയിൽ മൃദുവായിട്ടുള്ള കോശങ്ങളല്ലാതെ
അവിടുത്തെ കാഠിന്യമായിട്ടുള്ള കോശങ്ങൾ കൂടി ബാധിക്കുന്നത്, എല്ലിനെ കൂടി ബാധിക്കുന്ന, പല്ലിന് ഇളക്കം വന്നു തുടങ്ങുന്ന, അല്ലെങ്കിൽ മോണയിൽ നിന്ന് അസ്ഥിക്ക് ഭ്രംശം സംഭവിച്ചു തുടങ്ങുന്ന പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. അത് മോണയിലെ മൃദുവായിട്ടുള്ള കലകളുടെ മാത്രം വീക്കമാണ്. അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ ഒന്ന് തുപ്പുമ്പോഴത്തേക്കും വാഷ് ബേസിനിൽ ചെറുതായിട്ട് ബ്ലഡിന്റെ സ്പോട്ടുകൾ കാണുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളോ അല്ലെങ്കിൽ പേരക്കയോ പോലെയുള്ള വസ്തുക്കൾ കടിക്കുമ്പോൾ അതിനകത്ത് ചെറിയ ബ്ലഡ് സ്പോട്ടുകൾ കാണുന്നതൊക്കെയാണ്. അപ്പോൾ അത് തുടക്കത്തിലാണ് ആ ലക്ഷണങ്ങൾ കാണുക. കുറച്ചുകൂടി സിവിയർ ആയിട്ട് എല്ലിനെ ബാധിക്കുമ്പോഴാണ് പല്ലുകൾക്കിടയിൽ പതുക്കെ ഒരു ഗ്യാപ്പ് വന്നു തുടങ്ങുക. നമ്മൾ തന്നെ അറിയാം, ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇത് ചെറുപ്പക്കാർക്ക് സംഭവിക്കാം, 18 വയസ്സിലും സംഭവിക്കാം. 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 2 വർഷം മുമ്പുള്ള ഫോട്ടോയിലെ നമ്മളൊരു സ്മൈൽ നോക്കുക, ഇപ്പോഴും ഒരു ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി വിടവ് വന്നിരിക്കുന്നു, പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ പറയുക പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും. ഈ പല്ലുകൾക്കിടയിൽ അസ്ഥിക്ക് ഭ്രംശം വന്നത് കാരണം, മോണരോഗം കാരണം ഈ പല്ലുകളുടെ ആ നോർമലി ഉള്ള ഒരു ഗ്യാപ്പ് മാറിയിട്ട് കുറച്ചുകൂടി ഡിസ്റ്റൻസ് വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതും ഈ മോണരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അല്ലെങ്കിൽ പല്ലിന് നീളം വന്നതായിട്ട് തോന്നുന്നു. നീളം വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ മോണ കുറച്ചുകൂടി മേലോട്ടോ അല്ലെങ്കിൽ കീഴോട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു മാന്ദ്യം സംഭവിച്ചിരിക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ മോണയുടെ പിൻവാങ്ങലാണ്, അല്ലെങ്കിൽ ജിഞ്ചൈവൽ റിസഷൻ എന്ന് പറയും. അപ്പോൾ ആ റിസഷൻ കാരണം നമുക്ക് ഒരുപാട് വേരിൻ്റെ ഭാഗം തെളിഞ്ഞു കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ വായുനാറ്റവും മോണരോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. പിന്നെ പല്ലുകൾക്കിടയിൽ ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ തങ്ങിയിരിക്കുക, എന്തെങ്കിലും ഒരു കൂർത്ത വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ കുത്താനായിട്ടുള്ളൊരു പ്രവണത വരിക. അതായത് അത് അങ്ങനെ കുത്തി എടുത്ത് കഴിയുമ്പോൾ എന്തൊരു സുഖം ലഭിക്കുന്നതായിട്ട് തോന്നുക. അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കി ഇത് എങ്ങനെയെങ്കിലുമൊക്കെ, അതായത് അവിടെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വേദന എന്നല്ല ആ സെൻസേഷന് പറയുക, പക്ഷെ ഒരു അസ്വസ്ഥതയാണ്, ഒരു ഡിസ്കംഫർട്ടാണ്. ഇതൊക്കെ തന്നെയും മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ ഇത് നമുക്ക് ദന്തക്ഷയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും മോണരോഗം ഉണ്ടാക്കാറില്ല. അത് പൾപ്പൈറ്റിസ് അല്ലെങ്കിൽ ദന്തക്ഷയത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത് കുറച്ച് നേരം പോട്ടെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഇത് ശരിക്കും ക്യാൻസർ പോലെ തന്നെ 4 ഘട്ടത്തിലൂടെ 4 സ്റ്റേജിലൂടെയാണ് കാണുന്നത്. സ്റ്റേജ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഈ 3 വരെയും നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്തി നിർത്താൻ സാധിക്കും. 4 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില പല്ലുകൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ച് പല്ലുകൾ എടുത്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും മോണരോഗത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടത് നമ്മുടെ ആദ്യം പറഞ്ഞ ഈ വാഷ് ബേസിനിൽ കാണുമ്പോൾ തന്നെ, ബ്ലഡ് സ്പോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 2 രീതിയിലാണ് മോണരോഗത്തിന്റെ ചികിത്സ പോകുന്നത്. ഒന്ന് ശസ്ത്രക്രിയാരഹിതമായിട്ടുള്ള നോൺ സർജിക്കൽ ഫേസ് ഉണ്ട്. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളതിനെ അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന് പറയും. ഇപ്പം നമുക്കതിനേക്കാളും കുറച്ചുകൂടി നല്ല മെത്തേഡുകളുണ്ട്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ GBT എന്നൊരു ടെക്നിക്കാണ്. GBT എന്ന് പറയുന്നത് ഗൈഡഡ് ബയോഫിലിം തെറാപ്പി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് പലരും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് മടിക്കുന്നത് പല്ല് പുളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ GBTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർത്തും പുളിപ്പില്ലാതെ, ഓൾമോസ്റ്റ് 99% തന്നെ നമുക്ക് പറയാം, പുളിപ്പില്ലാതെ നമുക്ക് എത്ര ആഴത്തിൽ വേണമെങ്കിലും ഈ GBT എന്നുള്ള അത് മറ്റൊരു രീതിയിലുള്ള ഉപകരണമാണ്. ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലുകൾ ആഴത്തിൽ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ക്ലീനിങ് ആണ് ഇനിഷ്യലി നമ്മൾ ചെയ്യുക. അതിനുശേഷം പിന്നീട് ഈ ഷർട്ടിൻ്റെയൊക്കെ കീശ പോലെ തന്നെ പോക്കറ്റ് എന്ന് തന്നെയാണ് പറയുക. പല്ലിൻ്റെയും മോണിൻ്റെ ഇടയിലുള്ള വിടവ് ആരോഗ്യമുള്ളൊരു വ്യക്തിയിൽ 3 മില്ലിമീറ്ററിൻ്റെ താഴെ ആയിരിക്കണം, 2 മുതൽ 3 മില്ലിമീറ്റർ ആയിരിക്കണം. എപ്പോഴാണോ ഇത് 5 മില്ലിമീറ്ററിൽ കൂടുതലാവുന്നത്, നമ്മളൊരു എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടം ഈ ഒരു ഗ്യാപ്പിൽ കയറി ഇരുന്നിട്ടാണ് അവിടെ മോണരോഗം അതിനെ ത്വരിതപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെരിഡോണ്ടൽ പോക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ പോക്കറ്റുകൾ അധികരിക്കുന്ന സമയത്ത് നമ്മൾ മോണയിലെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഫ്ലാപ്പ് സർജറി എന്ന് പറയും. മോണ തുറന്നകത്തുള്ള ആ പഴുപ്പൊക്കെ മാറ്റിയിട്ട് പല്ലിൻ്റെ ആ വേരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ നമ്മുടെ അണുക്കളും അതിൻ്റെ സ്രവങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ എല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് എല്ലിനെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള വസ്തുക്കളുണ്ട്. നമ്മളതിനെ ബോൺ ഗ്രാഫ്റ്റുകൾ എന്ന് പറയും. ബോൺ ഗ്രാഫ്റ്റിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ തന്നെ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വളർച്ചാ ഘടകങ്ങളുണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് നമ്മൾ സാധാരണ PRP എന്നൊക്കെ കേൾക്കാറുണ്ട്. PRF എന്നാണ് പറയുക. PRP നമ്മൾ ഈ മുടിയില്ലാത്ത ആൾക്കാർക്കൊക്കെ മുടി വരാനായിട്ടും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ തന്നെയും ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, വളർച്ചാ ഘടകങ്ങളാണ്. അവിടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അത് ഹെയർ ആണെങ്കിലും ടൂത്ത് ആണെങ്കിലും നമ്മളിപ്പോൾ ബോൺ ഗ്രാഫ്റ്റ് വയ്ക്കുമ്പോൾ അവിടെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ബോൺ ഉണ്ടാക്കി എടുക്കുവാണ്. അതിനെ കുറച്ചുകൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മ PRF എന്ന് പറയുന്നത് PRF കൂടി വെച്ചിട്ട് നമ്മൾ ഈ മോണയ്ക്കകത്ത് കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അവിടെ ഇരുന്നിട്ട് ഈ വസ്തു അവിടെ ഇരുന്നിട്ട് ഒരു 3 മുതൽ 4 മാസം 90 മുതൽ 120 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട എല്ല് അവിടെ ഉണ്ടാവുകയും ഈ ആട്ടത്തിൻ്റെ ഒരു മോണരോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് പല്ലുകൾക്കിടയിൽ ഇളക്കം വരിക എന്ന് പറയുന്നത്. ചെറിയതുപോലെ ആട്ടം വരിക. അപ്പോൾ ആട്ടം കുറഞ്ഞിട്ട് ഇളക്കം മാറിയിട്ട്
പല്ല് പതിയെ ഉറച്ചു തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 2 രീതിയിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. അപ്പോൾ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് മതിയാവും. കുറച്ചുകൂടി ഇളക്കം വന്നു, മോണയുടെ അസ്ഥിക്ക് ഭ്രംശം സംഭവിച്ചു കഴിഞ്ഞാൽ അസ്ഥിയെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ആ ശസ്ത്രക്രിയ ചെയ്താൽ തന്നെയും നമ്മളിപ്പോൾ വലിയൊരു സർവീസ് ഒരു വണ്ടിക്ക് ചെയ്താലും പിന്നെ നമുക്കൊരു ചെറിയ സർവീസുകൾ, മേജർ കഴിഞ്ഞിട്ടൊരു മൈനർ സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ 3 മാസത്തിൽ അല്ലെങ്കിൽ 6 മാസം ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പല്ലുകൾ വീണ്ടും വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഒരിക്കൽ ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ റിവേഴ്സിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ലൈഫ് ലോങ് ഡയബറ്റിക് ആയിരിക്കും, ഒരു കൺട്രോൾ ഡയബറ്റിക് ആവുന്നേ ഉള്ളൂ. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡയബറ്റിക് ആളാണ്, പക്ഷേ കൺട്രോൾഡ് ഡയബറ്റിക് ആണ്. അൺകൺട്രോൾഡ് ആവാതെ നമുക്കതിനെ കൊണ്ടുപോകാം. അതുപോലെ ഒരിക്കൽ മോണരോഗി ആയി കഴിഞ്ഞാൽ നിങ്ങൾ മോണരോഗി തന്നെയാണ്, പക്ഷേ നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടുള്ള, അത് നമ്മൾ പറയുന്ന ഹെൽത്തി പെരിഡോൺഷ്യം എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പെരിഡോൺഷ്യം ആണ്. നിങ്ങൾക്ക് ഒരു അസുഖം വന്നിട്ട് നമ്മൾ അതിനെ രക്ഷപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സർജറി ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 70% ആണ് ഡോക്ടറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. 30% ഈ പേഷ്യൻ്റ് നമ്മൾ ഇതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ സക്സസ്സിന് വളരെ പ്രാധാന്യം. അപ്പം മിക്കവാറും പേഷ്യൻസ് ഇപ്പം ഒരു ഇൻഫോംഡ് ആണ്, അവർ പ്രോപ്പർലി ഇൻഫോംഡ് ആണ്. അവർ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിന് ശേഷം ഉപയോഗിക്കേണ്ട ബ്രഷിംഗ് രീതികൾ സ്വായത്തമാക്കി കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. കൃത്യമായി പ്രോപ്പർ ഇടവേളകളിൽ അവർ വന്നിട്ട് അതിൻ്റെ റിവ്യൂ ചെക്കപ്പുകളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ റിവ്യൂ ചെക്കപ്പ് നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂട്രീഷൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. അതിനുശേഷം നമ്മൾ കഴിക്കുന്ന വളരെ സമീകൃതമായിട്ടുള്ള ആഹാരമായിരിക്കണം. നമ്മൾ മറ്റ് കൂർത്ത വസ്തുക്കളൊന്നും തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോണയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേക്ക് കാണുമ്പോഴാണ് അതൊരു ഒറ്റ മോണയായിട്ട് തോന്നുന്നത്. ശരിക്കും 4 ടിഷ്യൂസാണ് മോണയെന്ന് പറയുന്നത്. നമ്മൾ ഈ പുറമേ കാണുന്ന പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ബ്രൗൺ നിറത്തിലോ കാണുന്ന ഗം എന്ന് പറയുന്നത് ജിഞ്ചൈവ എന്നാണ് എന്നെ പറയുക. പല്ലിനെയും എല്ലിനെയും കൂടി ഘടിപ്പിക്കുന്ന തരത്തിലുള്ള നേർത്ത തന്തുക്കൾ അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്. അതിന് നമ്മളൊരു അസ്ഥിബന്ധം എന്ന് പറയും, പെരിഡോണ്ടൽ ലിഗമെൻ്റ് ഉണ്ട്. പിന്നെ പല്ലിനെ ഉൾക്കൊള്ളുന്ന അസ്ഥിയുടെ ഭാഗമായിട്ടുള്ള ആൽവിയോളാർ ബോൺ എന്ന് പറയുന്ന ഒരു എല്ലുണ്ട്. പല്ലിൻ്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമൻറ്റം എന്ന് പറയുന്ന ഒരു കലയുണ്ട്. ഈ 4 കലകളെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും ഗംസ് അല്ലെങ്കിൽ പെരിഡോൺഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എല്ലിൻ്റെ പൊടി വെച്ചിട്ട് അവിടെ അതിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ 4 ടിഷ്യൂസിനെയാണ് നമ്മൾ ഈ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് പതുക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും എന്തെങ്കിലും ഒരു കൂർത്ത വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും കുത്തുന്ന സമയത്ത് നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫോറിൻ ഒബ്ജക്ട്സ് ഒന്നും തന്നെ പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പ്രത്യേക തരത്തിലുള്ള ബ്രഷുകളുണ്ട്, ഇൻ്റർഡെൻ്റൽ ബ്രഷുകളുണ്ട്, അത് പല്ലിയുടെ ശുചീകരണ ബ്രഷുകളുണ്ട്. ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വാട്ടർ ഫ്ലോസറുകളെന്ന് പറയും. നമ്മൾ ഇതൊക്കെ ഓസൊക്കെ ഉപയോഗിച്ചിട്ട് കാറൊക്കെ കഴുകുന്നത് പോലെ നമുക്ക് ഇത് ചെയ്തിട്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ പോയിൻ്റ് ടിപ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് 3-4 സ്പീഡിൽ അതിന് ചെയ്യാൻ പറ്റും. ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, പൾസ്ഡ് മോഡുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇറച്ചിയുടെയൊക്കെ ഭക്ഷണാവശിഷ്ടങ്ങൾ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ചുകൊണ്ട് ഇത് എവിടെയാണോ ഈ പല്ലിൻ്റെ ഇടയിൽ ഉള്ളത് അതിനകത്തോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലോസർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതാകുമ്പോൾ നമുക്ക് മോണയ്ക്ക് ഡാമേജ് ഇല്ല. നമ്മൾ ഓരോ പ്രാവശ്യവും ഒരു കൂർത്ത വസ്തു ഉപയോഗിച്ച് കുത്തുമ്പോഴത്തേക്കും കൂടുതൽ ഈ ഭക്ഷണാവശിഷ്ടം പോവും ഡെഫിനറ്റ്ലി, അതിൻ്റെ കൂടെ മോണയുടെ കുറച്ച് ഭാഗം കൂടെ ഇളകി പോകുന്നു. ഇതാകുമ്പോഴത്തേക്കും മോണ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കെയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അതാണ് ദന്ത സംരക്ഷണം എന്നുള്ള ഒരു വലിയ വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. വളരെ നന്ദി ഡോക്ടർ ഹിയർ പരിപാടിയിൽ പങ്കെടുത്തതിന്. നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.